എന്തിനാ ചെകുത്താൻ കുരിശ് കണ്ടോലെ എന്നെ കാണുമ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. എന്താടി? എന്താ ഞാൻ നിന്നെ പിടിച്ച് കടിച്ചോ? കടിച്ചൊന്നുമില്ല. പിന്നെ മറ്റേ കഴിഞ്ഞ ആഴ്ച രക്തദാനത്തിന് തന്നെ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയിട്ട് ഒരു കുപ്പിക്ക് 1500 രൂപ മേടിച്ചിരുന്നോണ്ട് എനിക്ക് ആ കിട്ടിയത് 1300. നീ അതൊന്ന് കമ്മീഷൻ അടിച്ചല്ലേ? എടാ ഞാനത് കമ്മീഷൻ അടിച്ചതല്ല, നിന്റെ പേരിലൊരു SIP ഇട്ടതല്ലേ. ആണാ? ചേച്ചി ഇതേപോലെ SIP ഇട്ട ഒരാളെ ബീവറേജിൽ തന്നെ താമസിക്കുന്നുണ്ട് ഇപ്പോഴും. വേറെ ആരും അല്ല, ലോലപ്പഞ്ചാറിന്റെ മോൻ ബൈജു. നീ ആ ഹെൽത്ത് ജോലി ഇട്ടിപ്പോ തേച്ചില്ലേ, ആ ബൈജു. അത് ഞാൻ ശക്തമായി നിഷേധിക്കുന്നു. പുകയില്ലാത്ത അടുപ്പിന്റെ കച്ചവടം നടത്തി മര്യാദക്ക് ജീവിച്ചിരുന്ന മനുഷ്യനാ നീ. അയാളുടെ ജീവിതം കട്ടപ്പുകയാക്കിയില്ലേ? ഞാൻ ഇതും നിഷേധിക്കുന്നു. എന്റെ പൗർണമി, ഒന്നുമില്ലെങ്കിൽ നീ ഒരു ഹെൽത്ത് വർക്കർ അല്ലേ? ഈ അഴിമതിക്കൊരു ഭയമാനടി. എടാ നിനക്കറിയോ എന്റെ പ്രശ്നങ്ങൾ? അയ്യോ അറിയാവേ. പ്രായപൂർത്തിയായ അച്ഛൻ, കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന അമ്മമ്മ, ഷഷ്ടിപൂർത്തിക്ക് വിളിക്കാറായ വല്യച്ഛൻ. അറിയാം. അതെ. ഓ, അവർക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന ഒരു യന്ത്രമാണ് താൻ എന്നല്ല അടുത്ത് താൻ പറയാൻ പോകുന്നത്. അറിയാം. ഇനി നിന്റെ തരികട പരിപാടി ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. ആണോ? ആ എന്നാ വേണ്ട. പുതിയ ലോൺ പാസ്സായതില് സൽഗുണന്മാരായ ചെറുപ്പക്കാർക്ക് LED TV വാങ്ങിക്കാൻ 30,000 രൂപ സാങ്ഷൻ ആയിട്ടുണ്ട്. നിന്റെ കണ്ണിൽ പിന്നെ ഞാൻ 1-ാം നമ്പർ ഫ്രോഡാണല്ലോ. എന്നാ ശരി. എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഒരാള് നന്നാവാൻ ശ്രമിച്ചാ ഈ സമൂഹം സമ്മതിക്കില്ല. അല്ല, ഒരു കാര്യം പറഞ്ഞ എനിക്ക് വിഷമാവോ? എന്താ? അല്ല, താൻ നേരത്തെ ഒരു SIP ഇൻവെസ്റ്റ്മെന്റ് പരിപാടി പറഞ്ഞില്ലേ? ഈ നാട്ടിൽ അറിയപ്പെടുന്ന തരികിടാരെന്ന് എന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് നീയാണോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിന്റെ പുറത്ത് തന്നെ ഇരിക്കും. കാരണം ആരൊക്കെ പറ്റിച്ചിട്ടാണെങ്കിലും നീ എന്നെ പോറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അപ്പൊ പൗർണമി, നമുക്ക് LED TVയുടെ അഴിമതി ഉണ്ടല്ലോ, ഒരുമിച്ച് നടത്താം. പോട്ടെ? ശരി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 94 പ്ലേ ഹൗസ് ആണ്. സോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.